ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 കഴിഞ്ഞു, ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ സുനീതി എന്താണ് എന്ന് പറഞ്ഞു, രംഗശ്രീ പദ്ധതി, അതുപോലെ കാവൽ പ്ലസ് പദ്ധതി, തിരികെ സ്കൂളിലേക്ക്, സ്നേഹസാന്ത്വനം പദ്ധതി, വാത്സല്യനിധി പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി, ഇത്രയും പദ്ധതികളാണ് പഠിച്ചത്. അതുപോലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷവും നമ്മൾ പഠിച്ചിരുന്നു. വർഷം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണുക. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയും വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, ഒരാൾ മാത്രം മരിച്ചു, ഈ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എങ്കിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. കുട്ടികൾക്കുള്ള പദ്ധതിയാണ് വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അടുത്തത്, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോമധുരം പദ്ധതിയാണ്. ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ്, പ്രായമായവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് വയോമധുരം. BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്കാണ് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്നത്. അപ്പം അതിൻ്റെ പദ്ധതിയുടെ പേരാണ് വയോമധുരം. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായിട്ടുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായിട്ടുള്ള കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷമാണ്. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായിട്ടുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ദരിദ്രർ അതുപോലെ ദുർബലരായ കുടുംബങ്ങൾ ഇവർക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് എന്ന് 5 ലക്ഷം രൂപയാണ്. ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സുരക്ഷാ പരിരക്ഷ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സുരക്ഷാ പരിരക്ഷയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കാണ് ആരോഗ്യ സുരക്ഷാ പരിരക്ഷയാണ് വയോമിത്രം. ഓർത്തിരിക്കുക. അടുത്തത്, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. മാരകമായ അസുഖങ്ങൾ, അതുപോലെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇത് കണ്ടു കഴിഞ്ഞാൽ താലോലം പദ്ധതിയാണ് എന്ന് ഓർത്തിരിക്കുക. 18 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. മാരക അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് താലോലം പദ്ധതി. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃതാണ്. ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിന് വേണ്ടി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്.